നമസ്കാരം. മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കവിതാഭാഗമാണ്. മലയാളത്തിലെ പ്രശസ്ത കവി, തുള്ളൽ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹം രചിച്ച ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കവിതാഭാഗം കാലനില്ലാത്ത കാലം, രണ്ടാമത്തെ അധ്യായമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു തുള്ളൽ എന്ന് പറയുന്ന ഒരു ജനകീയ കലാരൂപത്തിന്റെ ഭാഗമായിട്ട് രചിക്കപ്പെട്ട തുള്ളൽ കൃതികൾ പലതും പല ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോ തുള്ളൽ കലാരൂപം എന്നതിലുപരി പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കൃതികളും, അതിലുപരി ആസ്വദിക്കാൻ കഴിയുന്ന, അതുമല്ല എന്നെങ്കിൽ അന്നത്തെ സമൂഹത്തിലുള്ള ചില പ്രധാന കാര്യങ്ങളെ പരിഹാസ രൂപേണ, ആക്ഷേപഹാസ്യ രൂപേണ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ച അല്ലെങ്കിൽ സാധിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പുരാണ കഥകളും മറ്റ് സാമൂഹിക പ്രയാസങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയുള്ള രചനകൾ അന്നും ഇന്നും പ്രശസ്തമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കവിതാഭാഗമാണ് കാലനില്ലാത്ത കാലം. ആരാണ് ഈ കാലൻ? കാലൻ, യമൻ അല്ലെ? കാലൻ, കാലദേവൻ അല്ലെങ്കിൽ യമദേവൻ എന്നൊക്കെ പറയല്ലേ? ആരാ? മരണത്തിന്റെ ദേവൻ എന്നാ കാലനെ കുറിച്ച് പറയാം. അതായത് ഹിന്ദു വിശ്വാസ പ്രകാരം മരണം എത്തുന്ന സമയത്ത് മരിക്കേണ്ട ആളുകളെ അദ്ദേഹം ഒന്ന് കൊണ്ടുപോകത്രേ. എങ്ങനെ വരിക? അങ്ങ് യമപുരിയിൽ നിന്നും തന്റെ വാഹനമായ പോത്തിന്റെ പുറത്ത് ഒരു കയറൊക്കെ പിടിച്ച്, അല്ലെ, ഒരു കൊമ്പുള്ള കിരീടമൊക്കെ ചൂടി ഇങ്ങനെ വരും എന്നുള്ളതാണ് നമ്മളുടെ ഒരു എന്താ പറയാ, മനസ്സിലുള്ള ഒരു കാലന്റെ രൂപം എന്ന് പറയുന്നത്. അപ്പോ ഓരോരോ ആളുകളുടെയും മരണം എത്തുന്ന സമയത്ത് കാലൻ വരികയും അവരെ കയറിട്ട് അല്ലെങ്കിൽ മരണം സംഭവിപ്പിച്ചതിന് ശേഷം കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്നാണ് ഈ പറയുന്ന സ്വർഗാണോ നരകാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ശീർഷകം നല്ല രസകരമായിട്ടുള്ള ഒന്നാണ് കാലനില്ലാത്ത കാലം. കാലനില്ലെങ്കിൽ എന്തായിരിക്കും? ഒരു ചിന്തയാണത്. ഇത്തരത്തിലുള്ള ഒരുപാട് ചിന്തകള് സാധാരണ ഉണ്ടാവാറുണ്ട്. അതിലൊന്ന്, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കുട്ടികളോട് നമ്മൾ രസകരമായി ചോദിച്ചു ഒന്ന് രണ്ട് ചോദ്യങ്ങളും ചോദിക്കാം. ഒന്ന്, രസകരമാവുന്ന നമ്മുടെ ചിന്തകൾ കൂടി കൂടുമ്പോഴാട്ടോ. അതിലൊന്ന്, വിദ്യാലയത്തിന് ചക്രമുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? കുട്ടികളുടെ നിന്ന് രസകരമായ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിരുന്നു. എന്തൊക്കെ ഒന്ന് പറഞ്ഞേ. ഒരു കുട്ടി പറഞ്ഞു, സ്കൂൾ ബസ്സിന് പൈസ കൊടുക്കണ്ട. കാരണം സ്കൂളിൽ ചക്രം ഉണ്ടെങ്കിൽ ഓരോ കുട്ടികളുടെയും വീട്ടിന്റെ മുൻപിൽ പോയിട്ട് സ്കൂൾ എന്ത് ചെയ്യാം, അങ്ങനെ കുട്ടികളെ പിക്ക് ചെയ്ത് പോകും. നല്ല പരിപാടിയാ. മറ്റൊന്ന്, ഒരു കുട്ടി പറഞ്ഞത്, എന്നും ഒരേ സ്ഥലത്തല്ലേ ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഇരിക്കുന്നത്, ഇത് വെറൈറ്റി സ്ഥലത്ത്, ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ വേറെ സ്ഥലത്ത്. ഇപ്പൊ ഇന്ന് കടലിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അപ്പൊ കടൽ തീരത്ത് പോയിട്ട് ക്ലാസ് എടുക്കാം. അതേപോലെ തന്നെ ഇന്ന് നമ്മള് മൃഗങ്ങളെ കുറിച്ച് പഠിക്കുന്നു, മൃഗശാലയിലേക്ക് പോകും, അവിടെ മതി ക്ലാസ്. നല്ല രസല്ലേ? അപ്പൊ ഒരു കുട്ടിയുടെ സംശയം ഇങ്ങനെയാണ്, അല്ല, ടയർ ഓക്കെ, എഞ്ചിനില്ലാതെ എങ്ങനെ ഇത് ഓടുക? അതല്ലെങ്കിൽ ഇത് ആരെങ്കിലും തള്ളിക്കൊണ്ടുപോകണോ? അപ്പൊ ഒരു കുട്ടിയുടെ മറുപടി ഇങ്ങനെ, ടയർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓടാനുള്ള ഒരു മാർഗം എന്തായാലും ഉണ്ടാവും. ഇങ്ങനെ രസകരമായിട്ടുള്ള ചിന്തകള്. സിമ്പിളായിട്ട് മറ്റൊരു ചോദ്യം കൊടുത്തു, വടി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വടി കൊണ്ട്, ഒരു വടി, സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോഴും വന്നു ഒരുപാട് ഉത്തരങ്ങള്. അടിക്കാം, തോണ്ടാം, മാങ്ങ പറിക്കാം, അയല് കെട്ടുന്ന സമയത്ത് വീഴാതിരിക്കാൻ കുത്തി നിർത്താം, സ്റ്റെമ്പാക്കി ഉപയോഗിക്കാം, അല്ലേ? കുറച്ചും കൂടെ വലുതാണെന്നുണ്ടെങ്കിൽ എന്തിന് തേങ്ങ വരെ ഇടാം. ഒരു വടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളാണ് അതൊക്കെ, അല്ലേ? വാക്കിംഗ് സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. അടുപ്പിൽ വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെക്കാം.
അപ്പൊ ഇതേപോലെ ഒരു ചിന്തയാണ്, കാലനില്ലെങ്കിൽ ഇപ്പൊ മരിക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ മരണം സംഭവിക്കാനുള്ള സമയമാകുമ്പോൾ കൊണ്ടുവരേണ്ട ഒരു വ്യക്തിയാണ് കാലൻ. അദ്ദേഹം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പച്ചമലയാളത്തിൽ പറഞ്ഞ മരണം ഉണ്ടാവില്ല അല്ലേ, ആരും മരിക്കില്ല. എന്ത് രസ! അങ്ങനെ മരണമില്ലാത്തൊരു കാലം, കാലനില്ലാത്തൊരു കാലം, അതെങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ഭാവനയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഈ ഒരു കവിത. സോ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ അത്യാവശ്യം കുറെ പറയാനും വായിക്കാനുള്ള ഒരു പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ഒരു ക്ലാസ്സിൽ ഒതുങ്ങില്ല, നമുക്കൊരു 1-2 ക്ലാസ്സുകൾ വേണം. അപ്പൊ ഇതൊരു ആദ്യ ഭാഗമായിട്ട് പരിഗണിക്കുക. അപ്പോ എല്ലാ തവണത്തെയും പോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഒന്ന്, സംശയങ്ങൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കുറിച്ച് വെച്ച് ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വലിയൊരു കവിതാഭാഗമാണ്, അപ്പോ പൂർണ്ണമായിട്ടും കേൾക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് ക്ലാസ് കേൾക്കുക. സ്ക്രീൻ ഓക്കെ, എല്ലാവർക്കും സ്ക്രീന് വിസിബിളായി തുടങ്ങി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കാലനില്ലാത്ത കാലം. കുഞ്ചൻ നമ്പ്യാർ ആമുഖമായിട്ട് ഒരു തുള്ളലിന്റെ ചിത്രമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശീർഷകത്തിൽ നിന്ന് തുടങ്ങി, ഇനി മറ്റത് കുഞ്ചൻ നമ്പ്യാർ, നമ്മുടെ കവിയെ കുറിച്ച്. ഹാസ്യ കവികളിൽ അഗ്രഗണ്യനായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാർ, അദ്ദേഹത്തിന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ചിത്രം എന്ന് പറയാൻ പറ്റില്ല, ചിത്രം അല്ലെ, ഫോട്ടോ അല്ലേ, ചിത്രം. കാരണം കുഞ്ചൻ നമ്പ്യാർ ഉൾപ്പെടെ പല എഴുത്തുകാരുടെയും അല്ലെങ്കിൽ കവികളുടെയും ഒക്കെ ചിത്രങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. വിവരങ്ങളിലാണെങ്കിൽ തന്നെ ഒരു പൂർണ്ണത ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ? വിശ്വസിക്കുന്നു, ആണെന്ന് അല്ലെങ്കിൽ പറയപ്പെടുന്നു എന്നൊക്കെ ആയിരിക്കും കാണുന്നത്. കാരണം ഇത്തരം ആളുകളുടെ ജീവിതരേഖകളെല്ലാം തന്നെ ഐതിഹ്യങ്ങളാലും മറ്റു ഊഹാപോഹങ്ങളാലും പിണഞ്ഞ് കിടക്കപ്പെട്ട ഒന്നാണ്. കാരണം ഒരു തെളിവായിട്ട് പലപ്പോഴും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതരേഖകളിലൊക്കെ ഇപ്രകാരം ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കണം. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞ് അല്ലെങ്കിൽ ഏറെക്കുറെ ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ എല്ലാവരും സമ്മതിച്ച ആ ഒരു രീതിയിലുള്ള സംഭവമായിരിക്കും പലപ്പോഴും വിക്കിപീഡിയയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ജീവചരിത്രക്കുറിപ്പായിട്ട് കാണുന്നത്. അങ്ങനെയെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ ഇപ്രകാരമാണ് പറയപ്പെടുന്നത്: ജനകീയ കവി, തുള്ളൽ എന്ന് പറയുന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്, ജീവിതകാലം കൊല്ലവർഷം 880 മുതൽ 945 വരെയാണെന്ന് പറയപ്പെടുന്നു. കണ്ടോ? ഇപ്പൊ കുമാരനാശാന്റെയും വള്ളത്തോളിന്റെ ഒക്കെ എഴുതുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയില്ല, അതിന് കൃത്യമായ രേഖകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ചെറുശ്ശേരിയുടെ ഒക്കെ അങ്ങനെ എഴുതുമ്പോൾ പറയപ്പെടുന്നു. കിള്ളിക്കുരിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ ആണ് ജനനം. അമ്പലപ്പുഴയിലെ ചെമ്പകശ്ശേരി രാജാവിന്റെയും മറ്റുമൊക്കെ ആശ്രിതനായിട്ട് ഒരുപാട് കാലം കഴിഞ്ഞു. ആ സമയത്താണ് ഒരുപാട് തുള്ളൽ കൃതികൾ അദ്ദേഹം രചിക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവുമായും സൗഹൃദം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരുപാട് പിൽക്കാലത്ത് തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെയും കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെയും ആശ്രിതനായിട്ട് കഴിഞ്ഞു. ഇക്കാലത്താണ് ഒരുപാട് തുള്ളൽ കൃതികൾ രചിക്കുന്നത്. 940-ാം ആണ്ടിനോട് അടുപ്പിച്ച് അമ്പലപ്പുഴയിൽ സ്ഥിരതാമസമാക്കുന്നു. ഓട്ടൻ, ശീതങ്ങൻ, പറയൽ തുടങ്ങിയിട്ടുള്ള നിരവധി കൃതികൾ രചിച്ചു. നമ്മളെല്ലാവരും തുള്ളൽ മനസ്സിലേക്ക് വരുമ്പോൾ ഓട്ടൻ തുള്ളൽ എന്ന് പറയും. പക്ഷെ ഓട്ടൻ എന്ന് പറയുന്നത് തുള്ളൽ വിഭാഗത്തിൽ പെട്ട ഒന്ന് മാത്രമാണ്. അപ്പോ ഓട്ടൻ, പറയൻ, ശീതങ്കൻ, 3 തരം തുള്ളലുകൾ. സ്യമന്തകം, ഘോഷയാത്ര, കിരാതം, നളചരിതം, സന്താന ഗോപാലം, സീതാസ്വയംവരം, ബാലി വിജയം, കല്യാണ സൗഗന്ധികം, കാളിയമർദ്ദനം, പാഞ്ചാലി സ്വയംവരം തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതുണ്ട്. നർമ്മത്തിൽ പൊതിഞ്ഞ, ശ്രദ്ധിക്കണം, നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര. ആക്ഷേപ ഹാസ്യരൂപേണ ജനങ്ങളിലേക്ക് എത്തിച്ച കവി. മലയാളത്തിന്റെ
ഹാസ്യ കവികളിൽ അഗ്രഗണ്യനായിട്ടുള്ള നമ്പ്യാർ. മരണത്തെ കുറിച്ച് പറയപ്പെടുന്നത് ഇപ്രകാരമാണ്, അതിൽ കൊടുത്തില്ല. അതായത് അദ്ദേഹം ഒരു പേപ്പട്ടി വിഷബാധ മൂലം പെട്ടതാണ് എന്നുള്ളതാണ് ഐതിഹ്യങ്ങളിൽ കേൾക്കുന്നത്. ഇനി നമ്മളുടെ തുള്ളൽ എന്ന് പറയുന്ന ആ ഒരു കലാരൂപത്തിന് ഒരു ഐതിഹ്യമുണ്ട്. അതിനു മുമ്പ് ഒരു ചിത്രം കാണാം. ഇത് ഏതാ ചിത്രം എന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? ഇത് ഏത് കലാരൂപത്തിന്റെ ചിത്രമാണെന്ന് മനസ്സിലായോ? ഇത് കൂത്ത് എന്ന വിഭാഗത്തിൽ പെടുന്നതിന്റെ ചിത്രമാണ്. തുള്ളലിന്റെ ഐതിഹ്യം നൽകിയിട്ട് എന്തിനാണ് കൂത്തിന്റെ ചിത്രം എന്നല്ലേ പറയാം. ഇത് കൂത്ത് അവതരിപ്പിക്കുന്ന ചാക്യാരുടെയും പുറകിൽ മിഴാവ് എന്ന വാദ്യ ഉപകരണം കൊട്ടുന്ന ഒരു വിദ്വാനെ നമുക്കിവിടെ കാണാം. അപ്പോ പുരുഷരാണെങ്കിൽ ചാക്യാർ കൂത്തും സ്ത്രീയാണെങ്കിൽ നങ്ങ്യാർ കൂത്തും എന്നാണ് അറിയപ്പെടുക. ആ ഒരു കഥ ഇപ്രകാരമാണ്. അതായത് പണ്ട് കാലത്ത് ക്ഷമിക്കണം, ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട്. പണ്ട് കാലത്ത് ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് വേദിയിലിരുന്ന് മിഴാവ് എന്ന വാദ്യോപകരണം കൊട്ടുന്ന വ്യക്തിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ക്ഷേത്രങ്ങളിൽ പുലർക്കാലത്തും അല്ലെങ്കിൽ രാത്രിയിലുമായി നടക്കുന്ന പരിപാടി, തുടർച്ചയായി നടക്കുന്ന പരിപാടികളിൽ മിഴാവ് കൊട്ടി ക്ഷീണിച്ച് അവശനായ കുഞ്ചൻ നമ്പ്യാര് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവവും തന്റെ മനസ്സിൽ കാലങ്ങളായി ഉണ്ടായിരുന്ന ആ ഒരു ആഗ്രഹത്തെ ഒരു കലാരൂപമായിട്ട് ആവിഷ്കരിക്കുകയായിരുന്നു തുള്ളലിലൂടെ എന്നാണ് പറയപ്പെടുന്നത്. ഒറ്റ രാത്രി കൊണ്ടുണ്ടായ കലാരൂപം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോ കൂത്ത്, ഈ ചാക്യാർ കൂത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു ചാക്യാർ കൂത്തിന്. എൻ്റെ ഒരു അനുഭവം പറയാം. മറ്റ് കലാരൂപങ്ങളിൽ നിന്നും ചാക്യാർ കൂത്തിനുള്ള ഒരു പ്രത്യേകത. ഒരു തവണ ഞാൻ ഇതേപോലെ ഒരു ക്ഷേത്രത്തിന് പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ അവിടെ എത്തി തൊഴുതു. ഈ പറഞ്ഞ പോലെ തന്നെ പ്രസാദം വാങ്ങാന് ഒരുപാട് സമയമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചു നേരം അവിടെ ഇരിക്കാന്ന് കരുതിയപ്പോഴാണ് അവിടെ ചെറിയ വേദിയിൽ ഈ പറയുന്ന മിഴാവും മറ്റൊക്കെ കണ്ടത്. അപ്പൊ മനസ്സിലായി ചാക്യാർ കൂത്ത് ഉണ്ട് എന്ന്. അപ്പൊ സമയം പോകുന്നതിന് വേണ്ടിയിട്ട് മറ്റു മാർഗമൊന്നുമില്ലാതെ ചാക്യാർ കൂത്ത് കാണാനിരുന്നു. ആദ്യമായിട്ടാ കാണാനിരിക്കുന്ന കേട്ടോ. അങ്ങനെ ചാക്യാർ കൂത്ത് ആരംഭിച്ചു. ചാക്യാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എൻ്റെ ഓർമ്മയില് നളചരിതമായിരുന്നു കഥ. അപ്പൊ കഥയില് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് വലിയൊരു വേദിയൊന്നുമല്ല, ഈ പറഞ്ഞ അമ്പലത്തിൽ വന്ന ഒരു 10-30 പേരൊക്കെ അടങ്ങാവുന്ന ഒരു ചെറിയ വേദിയിൽ ഇരുന്നാണ്. അപ്പോ അദ്ദേഹം ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദമയന്തി എന്ന് പറയുന്ന സുന്ദരിയെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നടക്കുക നമ്മുടെ നളരാജാവ്. എല്ലാവരും പറയുന്നത് കേട്ട് ആ മനോഹരിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ദമയന്തിയെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കില്ലേ? കാരണം അത്രത്തോളം വാഴ്ത്തി പാടുകയാണ് മാലോകരൊക്കെ. അങ്ങനെ അവളെ കുറിച്ചുള്ള ചിന്തയിൽ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ നളരാജാവ്. അപ്പോഴതാ ആ ഉദ്യാനത്തിൽ ഒരു ഹംസം ഇങ്ങനെ ഇരിക്കുന്നു. പതിയെ ചെന്ന് ഹംസത്തിന്റെ അടുത്തെത്തിയതും അങ്ങനെ കഥ പറഞ്ഞു പോവാ. പെട്ടെന്ന് ഈ പറയുന്ന ചാക്യാര് പറയും, ഹൈ ചാക്യാർ ഇവിടെ കഥ പറയുമ്പോ ആരാ അവിടെ കളിച്ചോണ്ടിരിക്കണേ? അപ്പൊ എല്ലാരും നോക്കി. ആരാ? ഞാൻ സത്യം പറയാം, ഞാൻ എന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കി. അപ്പോ അടുത്ത വാക്യം, എന്താ ഇപ്പൊ ഈ കഥ? ഓരോ കാലത്തും ഇങ്ങനെ തന്നെയാ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ചാക്യാർ എവിടെയെങ്കിലും കഥ അവതരിപ്പിക്കാൻ പോയാ എന്താ അവസ്ഥ? ഇവരും മൊബൈൽ ഇട്ട് തോണ്ടി കളിക്കുക. ചാക്യാരുടെ കഥ വല്ലതും കേൾക്കുന്നുണ്ടോ? അപ്പൊ എന്നോടല്ല, വേറെ മുമ്പിൽ ഇരുന്ന ഒരാൾ എന്നെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? മൊബൈലിൽ ഇങ്ങനെ തോണ്ടി കളിക്കുന്നുണ്ട്. ചാക്യാരെ കഥ കേൾക്കുന്നുണ്ടോ? ചാക്യാർ ഇപ്പൊ എവിടെ എത്തി? നളരാജാവിന്റെ കൊട്ടാരം. ചാക്യാര് കഥ പറഞ്ഞ് ദമയന്തിയെ കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന നളരാജാവ് ആരെ കണ്ടു? ഒരു ഹംസത്തെ കണ്ടു. അവിടെ എത്തി. മനസ്സിലാവുന്നുണ്ടോ? എവിടെ? അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോ
പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിജിലന്റ് ആയി. ഈശ്വര, ഇനിയിപ്പോ നമ്മളോട് അടുത്തത് വരും, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കട്ടെ എന്ന്. അപ്പോ ഇതൊരു എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായേ ചാക്യാർ കൂത്തുമായിട്ട് ബന്ധപ്പെട്ട്? അതായത് ചാക്യാർ കൂത്ത് മറ്റുള്ള കലാരൂപങ്ങൾ പോലെയല്ല. മറ്റ് കലാരൂപങ്ങൾക്കുള്ള പോലെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു തിരക്കഥ ചാക്യാർ കൂത്തിനുണ്ട്. പക്ഷെ ചാക്യാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വേദിയിലിരിക്കുന്ന ആളുകളുമായിട്ട് സംവദിക്കാനായിട്ട് പറ്റും. ആരാ നടന്നു പോണേ, ഹൈ അവിടെ നിൽക്കുക, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഈ പറഞ്ഞ കഥകളിയിലോ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള കലാരൂപങ്ങളിലോ ഒന്നും അത് സാധ്യമല്ല. അപ്പൊ ചാക്യാരുടെ ഈ ഒരു സംസാരവും മറ്റു കാര്യങ്ങളും വേദിയിലിരിക്കുന്ന ആൾക്കാരെ ഒന്നൊന്നൊന്നൊന്നൊന്ന് ചെറിയൊരു ഭയവും, നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലോ മറ്റുള്ളവർ പരിഹസിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഐതിഹ്യത്തിലേക്ക് വരികയാണെന്നെങ്കിൽ, ഒരു ദിവസം ചാക്യാർകൂത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാര്, കുഞ്ചൻ നമ്പ്യാർ എന്ത് ചെയ്തു? അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. കാരണം കുറെ ദിവസത്തെ രാത്രിയിലും പകലുമായിട്ടുള്ള അലച്ചില് ഭയങ്കര ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. ഇത് കണ്ട ചാക്യാര് വെറുതെ ഇരിക്കൂ, ഒന്നും നോക്കിയില്ല, കുഞ്ചൻ നമ്പ്യാരെ കണക്കിനങ്ങ് ആളുകളുടെ മുമ്പിൽ പരിഹസിച്ചു. ആ ഒരു വിഷമം വളരെ വല്ലാത്ത ഒരു തോതിലാണ് ആരെ ഏൽപ്പിച്ച്, ആഘാതം കുഞ്ചൻ നമ്പ്യാരെ. അപ്പൊ ആ ഒരു ദിവസം തനിക്കുണ്ടായിട്ടുള്ള ഒരു അപമാനത്തിൽ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് മനസ്സിൽ കിടന്ന ഒരു കലാരൂപമായിരുന്നു അദ്ദേഹം പിറ്റേന്ന് ആവിഷ്കരിച്ചാണ്. ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറയാം, ശരിക്കും ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരുപാട് നാൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ആശയത്തെ പിറ്റേ ദിവസം ചാക്യാർകൂത്ത് നടക്കുന്ന സമയം വേദിയുടെ മുമ്പിലായിട്ട് മറ്റൊരു വേദി, ആ വേദിയില് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു പന്തലില് ഒരു പുതുമയുള്ള ഒരു കലാരൂപം അവതരിപ്പിക്കുന്നു. ഇത്രയും നാള് ചാക്യാർകൂത്തൊക്കെ കണ്ട് മടുത്ത ആൾക്കാരെല്ലാരും കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ ഉണ്ടായിട്ടുള്ള കലാരൂപമാണ് തുള്ളൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതാണ് തുള്ളലിന്റെ ആ ഒരു ഐതിഹ്യം എന്നുള്ളത് പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഒരു ദിവസം കൊണ്ടുണ്ടായി എന്ന് പറയുന്നത്. ഈ പറയുന്ന തുള്ളലിന് നമ്മൾ ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, കഥകളിയോട് സാമ്യമുണ്ട്. പക്ഷെ കഥകളി എന്ന് പറയുന്ന കലാരൂപം മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം മുദ്രയും പദങ്ങളും ഒക്കെ അറിയണം. അതുകൊണ്ട് തന്നെ തുള്ളലിന് സാധാരണ ഭാഷ, ലളിതമായ ഭാഷയൊക്കെയാണ്. അതുകൊണ്ട് തുള്ളലിന് മറ്റൊരു പേര് കൂടിയുണ്ട്, പാവപ്പെട്ടവന്റെ കഥകളി. ഇനി 3 തരം തുള്ളലുകളുണ്ട്, നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിനു മുമ്പ് തുള്ളൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അതായത് കേരളീയ കലയുമായി ബന്ധപ്പെട്ട ഒരു സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പേരാണ് തുള്ളൽ സാഹിത്യം. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരാണ്. അദ്ദേഹം ആവിഷ്കരണത്തിന് അനുയോജ്യമായ വിധത്തിൽ രചിച്ച കൃതികൾ ആണ് ആദ്യത്തേത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശരിക്കും കൂത്ത് മാത്രമല്ല, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കഥകളി, പടയണി, കോലം തുടങ്ങിയിട്ടുള്ള പല കലാരൂപങ്ങളുടെ അംശങ്ങൾ സ്വീകരിച്ച് എല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ടുള്ള ഒരു കലാസാഹിത്യം എന്ന നിലയിൽ തുള്ളല് രൂപം നൽകുകയാണ് ആര് ചെയ്തത്? കുഞ്ചൻ നമ്പ്യാർ ചെയ്തത്. ഏറ്റവും ലളിതമായ രൂപത്തിൽ എന്താണ് തുള്ളൽ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഒരു ഉത്തരം. ഇനി അതിലെ ഒരു വിഭാഗം ഓട്ടൻ. ഓട്ടംതുള്ളലിന്റെ വേഷക്രമം കഥകളിയുടേതിനോട് സാമ്യമുണ്ട്. കിരീടം, ശരീരത്തിനെയും വയറിനെയും മറയ്ക്കുന്ന മാർമാല, കഴുത്താരം, കയ്യിൽ തോൾക്കൂട്ടം, പരത്തിക്കാമണി, അരയിൽ അമ്പലപ്പുഴ കോണകം, ഇങ്ങനെ ഒരുപാട് വേഷവിധാനങ്ങൾ, കാലിൽ ചിലങ്ക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓട്ടംതുള്ളലില് വരുന്ന വേഷം. ഓട്ടൻ തുള്ളലില് തലയിൽ നല്ല കൊണ്ട കെട്ടി നാഗമണിയുടെ രൂപമുള്ള കിരീടമണിഞ്ഞ് മുഖത്ത് മനയോല തേച്ച് ചുട്ടി കുത്തി കണ്ണും പുരികവും എഴുതി ഒട്ടുകുത്തുന്നു. കഴുത്താരം, മാർമാല, കയ്യിൽ കടകങ്കണങ്ങൾ, പിന്നെ തോൾപൂട്ട്, കാലിൽ കെച്ചമണി ഒക്കെ അണിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പ്രത്യേക രീതിയിൽ ഞൊറിഞ്ഞ കച്ച ചുറ്റി പാട്ടുകൾ അധികം ചടുല ഗതിയിൽ, ഒരു വേഗത്തിലുള്ള രീതിയിലാണ് ഓട്ടൻ തുള്ളൽ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു കഥകളിയോട് സാമ്യമുള്ള തുള്ളലിലൊന്നാണ് ഓട്ടൻ. ഇതാണ് ഓട്ടംതുള്ളലിന്റെ മറ്റൊരിത്. നമ്മൾ ആദ്യ ആമുഖത്തിൽ കണ്ട ചിത്രവും ഓട്ടംതുള്ളലിനെയാണ്. ഇത് ഓട്ടംതുള്ളലിന്റെ മറ്റൊരു ചിത്രമാണ്. ആ മുഖത്തെ പച്ചയും വേഷവിധാനം ഒക്കെ ഏകദേശം കഥകളിയോട് സാമ്യമുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തത് ഓട്ടനാണ്.
രണ്ടാമത്തത് പറയം തുള്ളൽ. നോക്കൂ, പറയം തുള്ളൽ രാവിലെ പ്രഭാതത്തിൽ അരങ്ങേറുന്ന കലാരൂപം. മറ്റു തുള്ളലുകളെ അപേക്ഷിച്ച് പറയം തുള്ളലിന് പതിഞ്ഞ ഈണം, താളം എന്നിവയാണ്. മറ്റു തുള്ളലുകളെ പ്രയാസം കൂടിയതും ഇവയ്ക്കാണ്. മല്ലിക എന്ന സംസ്കൃത വൃത്തത്തിലാണ് ഇവ ഉപയോഗിക്കുന്നത്. പറയുന്ന രീതിയിലുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സമ്പ്രദായം പിന്തുടരുന്നുകൊണ്ടാവാം പറയം തുള്ളൽ എന്ന പേര് കിട്ടിയിട്ടുണ്ടാവുന്നത്. പറയം തുള്ളലിന്റെ അവതരണം ഈ കലാരൂപത്തിന്റെ വേഗത അല്ലട്ടോ, ക്ഷമിക്കണം, ഈ കലാരൂപത്തിന്റെ വേഗത വളരെ മന്ദഗതിയിലാണ്. മറ്റേ ചടുലഗതിയിലാണ്, ഇത് കുറച്ച് മന്ദഗതിയിലാണ്. അത്ര സ്പീഡും കാര്യങ്ങളൊന്നുമില്ല. ആംഗ്യങ്ങൾ ഉപയോഗിച്ച് അവതാരകൻ പാട്ടിലൂടെ അർത്ഥം വിശദീകരിക്കുന്നു. നൃത്തങ്ങൾ വളരെ കുറവ്. സാധാരണ പറയം തുള്ളലിന്റെ കഥകൾ ആത്മീയ കാര്യങ്ങളാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. വേഷവിധാനങ്ങളാണെന്നുണ്ടെങ്കിൽ സ്ത്രീ വേഷത്തിൻ്റെത് പോലെയാണ്. ചന്ദനം പൂശും, കണ്ണെഴുതും, പുരികെഴുത്തുണ്ട്, അരയിൽ കച്ചകെട്ടിന് പകരം മുണ്ടുണ്ട്, പിന്നെ കെച്ചമണി ഒരു കാലിൽ മാത്രമേ കെട്ടുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടനാണെങ്കിൽ കുറച്ച് വേഗത കൂടുതലാണെന്നുണ്ടെങ്കിൽ പതിഞ്ഞ താളത്തിൽ പോകുന്ന തുള്ളലാണ് പറയം തുള്ളൽ. വേഷവിധാനത്തിലും മാറ്റമുണ്ട്. അപ്പൊ ഒന്ന് നോക്കുക, ഇതാണ് ഓട്ടന്റെ ചിത്രം. ഇനി പറയലിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതാണ് പറയം തുള്ളലിന്റെ വേഷവിധാനങ്ങൾ. നോക്കൂ, മുഖമെഴുത്ത് മുതൽ തലയിൽ അണിയുന്ന കിരീടം, അതുപോലെ തന്നെ കൈകളിലും മാലകളും, അതുപോലെ തന്നെ മുണ്ടും ഒക്കെ വേഷവിധാനത്തിലൊക്കെ അടിമുടി മാറ്റം പ്രകടമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ പറയം തുള്ളലിനെയും ഓട്ടം തുള്ളലിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിച്ച് കാണാൻ പറ്റും. അടുത്ത് നോക്കൂ, ശീതങ്കൻ തുള്ളൽ. കേരളത്തിലെ ക്ഷേത്രകലാരൂപമായ തുള്ളലിന്റെ ഒരു രൂപം. തുള്ളൽ കഥകളുടെ രചനയ്ക്ക് ഉപയോഗിച്ചുള്ള വൃത്തങ്ങളും നടന്റെ വേഷവിധാനത്തെ ആസ്പദമാക്കി വേർതിരിച്ച 3 തുള്ളലിൽ ഒന്ന്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. വേഗത കുറച്ച് വേണം പാടാൻ. ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ളതാണ്. കുഞ്ചൻ നമ്പ്യാരാണ് രചിച്ചത്. 3 തുള്ളലിലും തുള്ളൽക്കാരായിട്ട് തുള്ളൽക്കാരനും കൈമണിയും മദ്ദളക്കാരനും 3 പേരാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. അതായത് തുള്ളൽ അവതരിപ്പിക്കുന്ന ആള് പാടുന്നു, ചിങ്കിടികൾ എന്ന് വിശേഷിപ്പിക്കുന്ന കൈമണിക്കാരനും മദ്ദളക്കാരനും അത് ഏറ്റുപാടിയിട്ട് വാദ്യോപകരണങ്ങൾ കൊട്ടുന്നു. അപ്പോ തുള്ളൽ പകലോ രാത്രിയിലോ അവതരിപ്പിക്കാം. രംഗത്ത് വിളക്ക് പോലെയുള്ളതൊന്നും വെക്കാറില്ല. ഇത്രയുമാണ് ശീതങ്ക തുള്ളലിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ശീതങ്ക തുള്ളലിന്റെ ചിത്രം ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് ശീതങ്കൻ തുള്ളൽ. കണ്ടോ? പ്രത്യേകിച്ചും കുരുത്തോല പോലെയുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് കാണാം. കിരീടത്തിന്റെ സ്ഥലത്തും കൈകളിലും മറ്റുമൊക്കെ കണ്ടില്ലേ? അതുപോലെ തന്നെ മുഖമെഴുത്തിനും വസ്ത്രധാരണത്തിനൊക്കെ മാറ്റമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 3 തുള്ളലിനും നമ്മൾ ചിത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3ഉം വെവ്വേറെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള വേഷവിധാനങ്ങളും മറ്റുമൊക്കെ മാറ്റമുണ്ട് എന്ന് സാരം. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. കുറച്ച് വേഗത്തിൽ പോകാം, ശ്രദ്ധിക്കും. കാലനില്ലാത്ത കാലം. ഈ കാലനില്ലാത്ത കാലത്തിന്റെ പാഠസന്ദർഭം ഇപ്രകാരമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന് പറയുന്ന തുള്ളലിന്റെ ഒരു ഭാഗമാണ് കാലനില്ലാത്ത കാലം. സൂര്യഭഗവാന്റെ പുത്രനായിട്ടുള്ള യമദേവൻ ഒരു യാഗം സമാരംഭിച്ച് അവിടെ തന്നെ കുടിയിരിക്കുന്നതിനാൽ ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥയായി. അപ്പൊ ഒരു യാഗം തുടങ്ങുകയാണ്. ആ യാഗത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭൂമിയിലേക്ക് പോകാനോ അദ്ദേഹത്തിന് മരണം വരിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് വരാനോ സാധിക്കാതെയായി. അപ്പൊ അതുകൊണ്ട് ഭൂമിയിൽ എന്തില്ലാതെയായി? മരണം ഇല്ലാത്ത ഒരു അവസ്ഥയായി. ഇതിന് പരിഹാരമായിട്ട് ഭൂമിയിൽ എത്തിയിട്ടുള്ള ദേവേന്ദ്രൻ പാഞ്ചാലിയുടെ പൂർവജന്മമായ ഇന്ദ്രസേനയെ കാണുകയും അവർ തമ്മിലുള്ള സംഭാഷണവുമാണ് സന്ദർഭം. അപ്പോ സംഭാഷണം, അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതിന്റെ ഇടയില് മരണമില്ലാത്തൊരവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ പാഠഭാഗം. അത് നമ്മളുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഭാവനയായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പൊ ആൾക്കാരൊക്കെ മരിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഭൂമിയിലെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം കവിതയിലെ വരികളിലേക്ക്. മിത്രപുത്രൻ ധർമ്മരാജൻ
സത്രമൊന്ന് സമാരംഭിച്ചെത്ര നാളുണ്ടവൻ, ദീക്ഷിച്ചത്ര തന്നെ വസിക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മിത്രപുത്രനായിട്ടുള്ള ധർമ്മരാജൻ, അതായത് സൂര്യന്റെ പുത്രനായ ധർമ്മരാജൻ എന്ത് ചെയ്യാണ്? ഒരു യാഗം ആരംഭിച്ചിട്ട് കുറച്ചു നാൾ അവിടെ തന്നെ ദീക്ഷിക്കാറുള്ള നോമ്പ് നോറ്റ് അല്ലെങ്കിൽ വ്രതം നോറ്റിരിക്കാനായിട്ട് വിചാരിക്കുന്നു. ധാത്രീവാസി ജനങ്ങൾക്ക് മരണവും നാസ്തിയായി പാർത്തു കണ്ടിയിൽ അത്ര കഷ്ടം. കാലനേതും കൂട്ടമില്ല, സത്രശാലയ്ക്കകം പൂക്കുയാഗവും ചെയ്തിരിക്കുന്നു. അപ്പൊ ധാത്രീവാസികൾക്ക്, ഏത് ഭൂമിയിലുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക് മരണവും നാസ്തിയായി, നാസ്തി ഇല്ലാതെയായി എന്നർത്ഥം. ഭൂമിയിലുള്ള ആളുകൾക്ക് മരണം, ധാത്രി അതായത് ഭൂമിയിലുള്ള ജനവാസികൾക്ക് മരണവും ഇല്ലാതെയായി പാർത്തു കണ്ടിയിൽ എത്ര കഷ്ടം. കാലനേതും കൂട്ടമില്ല, സത്രശാലയ്ക്കകം പൂക്കുയാഗവും ചെയ്തിരിക്കുന്നു. അതായത് കാലൻ എന്തില്ല, അങ്ങോട്ടേക്ക് പോകണം എന്നുള്ള യാതൊരുവിധ കൂട്ടവും ഇല്ല. കാരണം അദ്ദേഹം സത്രശാല, അതായത് യാഗം നടക്കുന്ന അല്ലെങ്കിൽ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന ആ ശാലയ്ക്ക് അകത്ത് കയറി ഇരുന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂപ്പർക്ക് പോകണം എന്നൊന്നും വലിയ ഇതില്ല. അങ്ങനെ 100,000 വർഷം ഇപ്രകാരം ധർമ്മരാജൻ. അപ്പോ 100,000 വർഷം, കുറച്ചു ദിവസം ഒന്നല്ല കേട്ടോ. അതായത് കാലൻ ഈ യാഗം ചെയ്ത് 100 വർഷം ഈ പ്രകാരം ധർമ്മരാജൻ ഇരുന്നപ്പോൾ ഭൂമിയിലുള്ള അവസ്ഥ നോക്കൂ. വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞ് ഭൂതലം തന്നിൽ, ചത്തുകൊള്ളുവതിനേതും കഴിവില്ല, കാലനില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ജീവിതത്തില് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആദ്യം ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അത് കഴിഞ്ഞ് നമ്മൾ മരിക്കും, അല്ലെ? ഇതാണ് നമ്മളെ അവസ്ഥ. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു രീതിയില് കാലനില്ല എങ്കിൽ നമ്മളുടെ ഇത് മാറില്ല, നമ്മളുടെ കാലങ്ങൾ മാറില്ല. പകരം എന്തുണ്ടാവും? വാർദ്ധക്യം എത്തിയാലും നമ്മൾ മരിക്കൂല. നമ്മളുടെ എല്ലാവരുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം ആയുസ് ഒരു 60, 70, 80, 90, 100 അതിനുള്ളിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് മരിക്കും. അതല്ലെങ്കിൽ അകാല മരണങ്ങള്, അപകട മരണങ്ങള്, അല്ലെങ്കിൽ മറ്റ് ആത്മഹത്യകള്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല രോഗങ്ങള്, ഇങ്ങനെയൊക്കെ വന്ന് മരിക്കുന്നേ ഉള്ളൂ. അതിനും ആര് വേണം? കാലം വേണം. പക്ഷേ ഇവിടെ കാലനില്ല, അതുകൊണ്ട് മരണമില്ലാത്തത് കൊണ്ട് തന്നെ വൃദ്ധന്മാരെ കൊണ്ട് നിറഞ്ഞൊരു ഭൂമിയായിട്ട് മാറി. ഫുള്ള് എന്താണ്? യോയോ അപ്പൂപ്പന്മാർ, ഫുള്ള് അപ്പൂപ്പന്മാര്, വൃദ്ധന്മാരെ കൊണ്ട് നിറഞ്ഞു. കാരണം ചത്തുകൊള്ളുവതിന് ഏതും കഴിവില്ല. അത് മരിക്കാൻ ഒരു മാർഗവുമില്ല. മൂപ്പ ഈ പറഞ്ഞ പോലെ എനിക്ക് വയ്യ, ഈ പറയുന്ന പോലെ തന്നെ വയസ്സായിട്ടുണ്ടാകും, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും, പക്ഷെ എന്ത് മാത്രമില്ല? മരണം മാത്രമില്ല. അപ്പൊ ചാവാൻ യാതൊരുവിധ മാർഗവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആളുകളെ കൊണ്ട് നിറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. മരിക്കാൻ യാതൊരുവിധ മാർഗവും ഇല്ല, കാരണം കാലനില്ല. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ വീട്ടിൽ ഇപ്പൊ കാലം ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും? ഇപ്പൊ നമ്മുടെ വീട്ടിൽ 5 6 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. കാലനില്ല ഒരു 10-50 വർഷമായിട്ട് ആരൊക്കെ ഉണ്ടാവും? അച്ഛന്റെ അച്ഛൻ, അമ്മേന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ, അമ്മേന്റെ അച്ഛന്റെ അച്ഛൻ, അവരുടെ മക്കള്, അവരുടെ അച്ഛൻ, അവരുടെ അച്ഛൻ, അവരുടെ അച്ഛൻ, ഇങ്ങനെ 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 ഇരിക്കുമ്പോ ഈ പറഞ്ഞ പോലെ വയസ്സന്മാരെ കൊണ്ട് തട്ടിയിട്ട് മുട്ടിയിട്ട് ഇരിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ, അതായത് എന്റെ മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ തന്നെ മുതുക്കനാണ്. മൂപ്പരുടെ മുത്തച്ഛനും ഉണ്ട് അവിടെ. ആലോചിച്ച് നോക്കൂ. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഇത്ര ജനറേഷൻ വരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, ഏറിപ്പോയ അച്ഛന്റെ അച്ഛനെ ചിലപ്പോ ചെറുപ്പം കാണാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കൂ. അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ 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 അച്ഛൻ. അയ്യോ, മുത്തച്ഛന്മാരുടെ സംസ്ഥാന സമ്മേളനം. അപ്പോ ഈ ഒരു വരി വളരെ പ്രശസ്തമാണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്ന ഒരു അപ്പൂപ്പൻ അവർക്കുണ്ട്. 500 വയസ്സുള്ള അപ്പൂപ്പന്മാർ ഇപ്പോ അവിടെ വീട്ടിലുണ്ട്. അത് വീട്ടിലത്തെ ഏറ്റവും കുഞ്ഞപ്പൂപ്പനാണ്.
കാരണം 500 വയസ്സുള്ള അപ്പൂപ്പൻ വീട്ടിലത്തെ ഏറ്റവും ചെറിയ അപ്പൂപ്പനാ. കാരണം അതിനേക്കാൾ വയസ്സുള്ള അപ്പൂപ്പന്മാര് വേറുണ്ട്. അപ്പോ അപ്പൂപ്പന്മാരുടെ ഇടയിലും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ അപ്പൂപ്പൻ, വലിയ അപ്പൂപ്പൻ, അതിനെക്കാട്ടും വലിയ പ്രായമുള്ള അപ്പൂപ്പൻ, അങ്ങനെ ഉണ്ട് അവസ്ഥ. അപ്പോ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വീട്ടില് ആളുകളുടെ എണ്ണം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സ്ഥിതി, ഭക്ഷണം, അല്ലേ, വീട്ടിലെ സ്ഥലം ഒക്കെ കഷ്ടത്തിലായിരിക്കും. അപ്പൊ മരണം എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ്. അകാല മരണങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തുള്ളൂ. അപ്പൊ എന്തായാലും വീടുകളുടെ അവസ്ഥ നമുക്ക് നോക്കാം. കഞ്ഞിക്ക് വകയില്ല വീടുകളിൽ ഒരിടത്തും, കുഞ്ഞുങ്ങൾ 8-10 പറ അരി കൊണ്ട് പോരാ. അതായത് ഒരു വീട്ടിലും ഒരു കഞ്ഞിക്കുള്ള വകയില്ല. കാരണം 4 പേരുള്ള വീട്ടില് 50-100 പേരാണ് ഒരു വീട്ടിലുള്ളത്. ഈ പറയുന്ന അപ്പൂപ്പന്മാരെ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. ജോലിക്ക് പോകുന്ന ആൾക്കാരെ കൊണ്ട് ഈ പറഞ്ഞ പോലെ എത്ര ആൾക്കാരെ കൊണ്ട് പോറ്റാനും കഴിയില്ല. അപ്പൊ ഒരു വീട്ടിലും കഞ്ഞിക്കുള്ള വകയില്ല വീടുകളിൽ ഒരു സ്ഥലത്തും. കാരണം കുഞ്ഞുങ്ങൾക്ക് 8-10 പറ എല്ലാവർക്കും അറിയാം. പറ അറിയില്ലേ? നമ്മൾ നെല്ലൊക്കെ അളക്കുന്ന പറ. ഒരു ദിവസം 8-10 പറ അരി കൊണ്ട് പോരാ. അതായത് ഒരു വീട്ടില് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് പറക്കണക്കിനല്ല നമ്മള് അരി വെക്കാറുള്ളത്. നമ്മൾ നാഴിക്കണക്കിനാ വെക്കാറ്. അത് വെച്ചാൽ തന്നെ നമുക്ക് എമ്പാടുമാണ്. പക്ഷെ ഇവിടെ വീടിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഒരു 8-10 പറ വെച്ചാ പോരാ. കാരണം തികയുന്നില്ല. ഒരു 10-100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അതുകൊണ്ട് അങ്ങ് അത്ര മാത്രം. അതായത് 10-100 ഒരു പറ വെച്ചിട്ടുണ്ടെങ്കിൽ മുതുക്കന്മാരായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഓൾക്ക് ഇങ്ങനെ വിളമ്പി കഴിയുമ്പോഴേക്കും തന്നെ സംഭവം തീരും. 2 വറ്റ് വിളമ്പുമ്പോൾ എത്തുമെല്ലാം. അതായത് ബാക്കിയുള്ളവർക്ക് വിളമ്പുമ്പോൾ അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് കുറച്ച് കൊഞ്ഞിൻ്റെ വെള്ളം കാട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വരവാണ്. അല്ലെ? ഈ പറഞ്ഞ പോലെ പ്രായാധിക്യം കാരണം ചില ആൾക്കാർക്ക് ഈ നമുക്കെല്ലാവർക്കും അറിയാലോ, മറവിണ്ടാകും, ഭക്ഷണം കഴിച്ചത് ഓർമ്മ ഉണ്ടാവില്ല, പെട്ടെന്ന് വിശക്കും. നമ്മൾ പറയില്ല ഇതൊക്കെ എവിടേക്ക് പോകുന്നു? ആ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളാണ്. വീട്ടിൽ അത്തരത്തിലുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മളുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛമ്മയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ സഹിക്കും. കാരണം നമ്മളുടെ എന്താണ് നമ്മളുടെ ബാക്കിയുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ ഒരു 10-100 ആണെങ്കിൽ ആലോചിച്ച് നോക്കൂ എത്രത്തോളം സഹിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ അതാ പറഞ്ഞത്, 2 വറ്റ് വിളമ്പുമ്പോഴേക്ക് എല്ലാവരും എത്തും. കാരണം എല്ലാവർക്കും വേണേ. അതാണ് അവസ്ഥ. ഇനി നോക്കൂ, 10 കോടി ജനമുണ്ട് പല്ലു പോയിട്ട് ഒരു വീട്ടിൽ, കൊത്തി വെച്ച പാവ പോലെ തിങ്ങി വിങ്ങി കിടക്കും. അതൊരു വീട്ടിലെ 10 കോടി ജനമുണ്ട്, പല്ല് പോയിട്ട് ഒരു വീട്ടിൽ. ഈ പറഞ്ഞ പോലെ ജീവൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പല്ലൊക്കെ പോയിട്ട് വർത്താനം പറയാൻ പോലും വയ്യാതെ പല്ലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക വീട്ടില്. കാരണം വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും. ഈ പറയുന്ന പല്ല് പോകും, ജരാനരകൾ ബാധിക്കും, അല്ലെ? ചുളിയും, ശരീരം ചുളിയും, മുടി കൊഴിയും, മുടി വെളുക്കും, കാഴ്ച മങ്ങും, നടക്കാൻ പറ്റാതെയാകും, ഒക്കെ ഉണ്ടാകും. ആകെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, മരിച്ചുപോവില്ല. അപ്പോ പല്ല് പോയിട്ട് കിടക്കുന്ന ആ വീട്ടില് കൊത്തി വെച്ച പാവ പോലെ തിങ്ങി വിങ്ങി കിടക്കുക. എന്താ ഈ പാവ പോലെ എന്ന് പറയാൻ കാരണം? ഈ പാവയ്ക്ക് എന്താ ഒരു പ്രത്യേകത? എന്താ പാവയ്ക്ക് എന്താ പ്രത്യേകത? പാവ അനങ്ങൂല്ല, ഇതൊന്നുമില്ല, അല്ലെ? അതിങ്ങനെ അവിടെ കടന്നോളും. നമ്മൾ കൈ പിടിച്ചിളക്കുക എന്ന് പറഞ്ഞ ഇളക്കി ഇളകും. അപ്പൊ ഈ പറഞ്ഞ പോലെ കണ്ണ് കാണാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല്ല് പോയിട്ടുള്ള ആളുകള് കൊത്തി വെച്ച പാവ പോലെ ഒരു പാവല്ല കേട്ടോ, തിങ്ങി വിങ്ങി കിടക്കുകയാണ്. കാരണം ഇഷ്ടം പോലെ ആളുകള് തിങ്ങി വിങ്ങി ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്. കണ്ണിലെ പോളകൾ കൂടി നരച്ചുള്ള നരന്മാർക്ക് എങ്ങെണ്ണം മില്ലി വണ്ണമുള്ള പെണ്ണുങ്ങൾക്കും ഇല്ല എണ്ണം. അതായത് കണ്ണിലെ പോളകൾ കൂടി നരച്ചുള്ള നരന്മാർക്ക്, അതായത് നരന്മാർ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ, പുരുഷന്മാര്. അതായത് കണ്ണിലെ പോള പോലും, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വയസ്സായിട്ട് ഏറ്റവും അവസാനം കണ്ണിലെ പോളകൾ കൂടി നരയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ നരച്ചാൽ കണ്ണിലെ പോള അത് മാത്രം നിൽക്കും, കാരണം അതിനു മുമ്പ് നമ്മൾ തട്ടിപ്പോവും. ഇപ്പൊ കണ്ണിലെ പോളകൾ കൂടി നരച്ചുള്ള നരന്മാർക്ക് എണ്ണ മില്ലി വണ്ണമുള്ള പെണ്ണുങ്ങൾക്കും ഇല്ല എണ്ണം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നരന്മാരുടെ ഒപ്പം തന്നെ മില്ലി വണ്ണമുള്ള പെണ്ണുങ്ങൾക്കും ഇല്ല എണ്ണം എന്ന് പറഞ്ഞാൽ, അതായത് ആണുങ്ങളും കണക്കാണ്, പെണ്ണുങ്ങളും കണക്കാണ്. ആണുങ്ങളുടെ അത്ര തന്നെ പെണ്ണുങ്ങളും മരിക്കാത്തതായിട്ട് കണ്ണിലെ പോളകളുള്ള ആണുങ്ങളും ഉണ്ട്, നരച്ച ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട് എന്നർത്ഥം.
കണ്ണു കാണാത്തവർ പിന്നെ, കാതു കേൾക്കാത്തവർ പിന്നെ, കിണ്ണനേക്കാൾ മിനുപ്പുള്ള കഷണ്ടിക്കാരേറെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവർക്ക് മരണം ഇല്ല എന്നുള്ളൂ. കണ്ണ് ഈ പ്രായാധിക്യം കാരണമുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കണ്ണ് കാണുമോ? ഇല്ല. കാത് കേൾക്കുവോ? അതും ഇല്ല. നീ പറഞ്ഞ പോലെ തന്നെ വാർദ്ധക്യമാകുമ്പോ കുറെ ആൾക്കാർക്ക് മുടിയൊക്കെ കൊഴിഞ്ഞ് കഷണ്ടിക്കാരാകും. അതും ഉണ്ട്. നല്ല കിണ്ണനേക്കാൾ, കിണ്ണം എന്ന് പറഞ്ഞ പാത്രം, പാത്രത്തിനേക്കാൾ നല്ല മിനുസുള്ള മുടിയൊക്കെ പോയ കഷണ്ടിക്കാര് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ കാലത്ത് കഷണ്ടിക്ക് പ്രായമൊന്നുമില്ല, എന്നിരുന്നാലും കുറച്ച് വാർദ്ധക്യ സമയത്താണ് കഷണ്ടിയൊക്കെ ആവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ണും കാതും കേൾക്കാത്ത ആൾക്കാരും എന്താണ്, അതുപോലെ തന്നെ കഷണ്ടി ഉള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് വീട്ടിൽ. നോക്കൂ, അസ്ഥി അല്ലാതൊരു വസ്തു ശരീരത്തിൽ അവർക്കില്ല, ദുസ്ഥിതിക്കും കുറവില്ല, ദുർനിലയ്ക്കും കുറവില്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ അസ്ഥി, അതായത് ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടേ? കഴിക്കുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഈ പ്രായത്തിൽ എത്ര വെച്ചിട്ട് കഴിക്കാനാ? അപ്പൊ അതുകൊണ്ട് തന്നെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ അസ്ഥി മാത്രമേ ഉള്ളൂ, എല്ല് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ തോലൊക്കെ ചുങ്ങി 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 നമ്മളുടെ സാധാരണ പ്രായതയ്ക്കും ഉള്ള ആൾക്കാരൊക്കെ കണ്ടാൽ നമുക്കറിയില്ലേ, അവിടെ ശരീരത്തിന്റെ മാംസമൊക്കെ ഉണങ്ങി ഒട്ടിയിരിക്കുന്ന അവസ്ഥയിലാകും, ശരീരം ചുക്കി ചുളിഞ്ഞിട്ടുണ്ടാവും. ഇതേപോലെ തന്നെയാണ് അവരുടെ ശരീരവും. ദുസ്ഥിതിക്കും കുറവില്ല, ദുർനിലയ്ക്കും കുറവില്ല. ഈ പറഞ്ഞ വീട്ടില് മോശമായ അവസ്ഥയ്ക്ക് യാതൊരുവിധ കുറവില്ല. 10 നാൾ ഭക്ഷിയാഞ്ഞാലും ചത്തുപോകും എന്നതുമില്ല. അതായത് ഇവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? അതായത് ഒരു ദുസ്ഥിതിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുർനിലയും ഒക്കെ ഒരു കുറവില്ല, മോശമായ അവസ്ഥയുടെ എല്ലാ സ്ഥലത്തും. മാത്രമല്ല 10 ദിവസം ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ചത്തുപോകുമെന്ന് ഒരാൾക്കും കഴിയില്ല. അത് ഒരു അവസ്ഥയാണ്, മരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഞാൻ ഇത് പെട്ടെന്ന് കേട്ടപ്പോഴേ ഞാൻ വേറൊരു കഥ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, എന്താ പേര്, ഒരു ബാലസാഹിത്യത്തിൽപ്പെട്ട ഒരു നോവലാണ്. നോവലിന്റെ പേര് മൃതസഞ്ജീവനി എന്നാണ്. മൃതസഞ്ജീവനി വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കണം, നല്ല രസകരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ മൃതസഞ്ജീവനിയില് നമ്മള് നായകൻ ഒരു ബോട്ട് അപകടത്തിൽ പെട്ടിട്ട് ഒരു ദ്വീപിൽ അകപ്പെടുകയാണ്. നമ്മളെ ലൈഫ് ഓഫ് പൈ ഒക്കെ പോലെ ഒരു ദ്വീപിൽ അകപ്പെടുന്നു. ഈ ദ്വീപിൽ അകപ്പെടുന്ന സമയത്ത് ആ ദ്വീപ് ഒരു അത്ഭുതം നിറഞ്ഞൊരു ദ്വീപാണ്, ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോ അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ ആരും മരിക്കൂല, ആർക്കും മരണമില്ല. കാരണം അവിടെ ഒരു ഇതുണ്ട്, സന്യാസി ഉണ്ട്. ഈ സന്യാസി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ജീവിപ്പിക്കും. ഇപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്തു വിചാരിക്കുക, ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ജീവിപ്പിക്കും. അപകടത്തിൽ മരിച്ചു വിചാരിക്കുക, അവരെയും ജീവിപ്പിക്കും. അപ്പൊ ഒരാൾക്കും സ്വയം അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ മരിക്കാനോ പോലുള്ള അവകാശം ഇല്ല, അവർക്കതിന് കഴിയൂല. അതായത് ഒരു വിഭാഗം ആൾക്കാർക്ക് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർക്കൊക്കെ ജീവൻ തിരിച്ചിട്ട് കാരണം ഓക്കെയാണ്. നേരെ മറിച്ച് ജീവിതം വെറുത്ത് മരണത്തിന് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, അവർക്കും മരിക്കാൻ പറ്റില്ല. അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. 10 നാള് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വിശന്ന് അവിടെ ഇരിക്കും എന്നല്ലാതെ എന്ത് ചെയ്യില്ല, മരിച്ചു പോവില്ല. പത്തനങ്ങൾക്കിടം പോരാഞ്ഞെത്ര ദുഃഖം മനുഷ്യർക്ക് ഉന്നതത്തിൽ കിടക്കുന്നോരുരുണ്ടു പാറമേൽ വീഴും. ഭിന്നമാകും അതുമൂലം മസ്തകം ഹസ്തവും കാലും. അതായത് പത്തനങ്ങൾക്ക് ഇവിടെ പത്തനം എന്ന് പറഞ്ഞ അർത്ഥം വീട് എന്നാണ്. പത്തനങ്ങളിൽ എന്തില്ല, ഇടയില്ല. മീൻസ് ഈ പറയുന്ന 4 പേര് 5 പേര് കിടക്കുന്ന ഒരു വീട്ടില് 6 or 7 ആളുകൾ വന്നാൽ ഓക്കെ, കുഴപ്പമില്ല. നമ്മളെ വീട്ടിലൊരു കല്യാണം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-20 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, ഓക്കെയാണ് അല്ലെ? നമ്മുടെ കട്ടിൽ വേറൊരാൾ കിടക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് 2 ആളെ കൂട്ടി കിടത്തുന്നു, കുഴപ്പമില്ല. പക്ഷേ ഇതിന്റെ എണ്ണം എന്ന് പറയുന്നത് വീടിന്റെ ഉള്ളിലെ അട്ടിക്കിട്ട് കിടക്കാനും പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണ്. അപ്പൊ വീടിനുള്ളിൽ പോരാത്ത അല്ലെങ്കിൽ ഇടം പോരാത്ത ആ ഒരു ദുഃഖം മനുഷ്യർക്കുണ്ട്. ഉന്നതത്തിൽ കിടക്കുന്ന ആളുകൾ ഉരുണ്ടുരുണ്ട് പാറമേൽ വീഴും.
അത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഉയരത്തില് ഉയരത്തിലൊക്കെ കിടക്കുന്ന ആൾക്കാർ, കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളുകള് ഉരുണ്ട് 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 എവിടേക്ക് വീഴും? പല പാറമേലൊക്കെ വീഴും. പാറമേൽ വീണുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? മരിക്കൂല. ഇപ്പൊ ഒരാള് പാറയിടുക്കിൽ വീണു, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വീണിട്ട് ഇതായി, സാധാരണ ഒരാൾ മരിക്കും ചിലപ്പോ, പക്ഷെ മരണം സംഭവിക്കില്ല. പകരം ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? ഭിന്നമാകും അതുനേരം മസ്തകവും ഹസ്തവും കാലും. അതായത് തല പൊട്ടി ചോരയൊലിക്കും, ഹസ്തം കൈയൊടിയും, കാലും കാലും ഒടിയും. പക്ഷെ മരണം മാത്രം ഉണ്ടാവില്ല. കയ്യും കാലും ഒടിയും, തല പൊട്ടി ചോരയൊലിക്കും, വേദനിക്കും, രക്തം പോകും, ഒക്കെ ഉണ്ടാകും. പക്ഷെ കാലമില്ലാത്തതുകൊണ്ട് മരണം മാത്രം ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. 1-2 ലക്ഷം, 1-2 മുതുക്കന്മാർ പതിക്കുന്നു. അതായത് അവർക്ക് നടക്കാൻ വയ്യ, അവർക്ക് അട്ടിക്കിട്ട് കിടക്കുകയാണ്, അവരിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീണ്ടും 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 അവരുടെ കയ്യും കാലും ഒടിയും തല പൊട്ടുകയും ചെയ്യുന്നല്ലാതെ വേറൊരു അവസ്ഥയും ഇല്ല. കാരണം മരിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. മരിക്കാനോട്ട് ഒരു വഴിയില്ല. കാരണം ആരില്ല ഭൂമിയില്? കാലൻ ഇല്ല. ഒന്നുകൊണ്ടും പ്രാണനാശം വരുന്നതിലൊരുത്തർക്കും. അതായത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അപകടം പറ്റേ, നിലത്ത് വീഴേ, തല പൊട്ടേ, ചോരൊലിക്കേ, കാലൊടിയേ, കൈയൊടിയേ, ഒക്കെ സംഭവിക്കും. പക്ഷെ ഒന്നുകൊണ്ടും എന്തുണ്ടാവില്ല? പ്രാണന് നാശം, അതായത് മരണം ഒരിക്കലും സംഭവിക്കുന്നില്ല. ഉള്ളതിൽ സങ്കടമോർത്താൽ നാടുവാഴി പ്രഭുക്കൾക്കും കള്ളനെ കൊല്ലുവാൻ മേല, വെട്ടിയാൽ ചാകയില്ലേത്. അതായത് ഈ പറഞ്ഞ നാടുവാഴിമാരുണ്ടല്ലോ, കാരണം നാടുവാഴികള്, നമ്മൾ അന്നത്തെ കാലത്ത് നാടുവാഴിമാരാണ് ഭരിക്കുന്നത്. അവരെല്ലാവർക്കും പേടിയാ. കാരണം എന്താ? അവര് ശിക്ഷിക്കും, നന്നായി ദ്രോഹിക്കും, ചിലപ്പോ വേണ്ടി വന്നാൽ കൊല്ലും, ഒക്കെ ചെയ്യും. ഇപ്പൊ ഇവിടെ ആരും മരിക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നാടുവാഴിമാരുടെ ഈ പറയുന്ന എന്താ പറയാ അധികാരവും പവറും മറ്റു കാര്യങ്ങളൊക്കെ വെറുതെയാണ്. അവർക്കും വലിയ ഇതൊന്നുമില്ല. കാരണം ഒരു കള്ളനെ കിട്ടി, ആ കള്ളനെ കൊല്ലുവാൻ മേല. ഒരു കള്ളനെ കിട്ടി, തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു, വെട്ടിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. വിധിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? കള്ളനെ കൊല്ലുവാൻ മേല. കാരണം വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? അവൻ ചാവത്തില്ല. അപ്പോ അതാണ് അവസ്ഥ. നോക്കുക, നമുക്ക് ഈ ഒരു സെക്ഷൻ കൂടെ നോക്കാം. ഉള്ള വസ്തുക്കളെ പേരും കട്ടു തിന്മാൻ ഒരു കൂട്ടം, തള്ളലോടെ നടക്കുന്നു, തെല്ലു പേടി അവർക്കില്ല. അതായത് നമുക്കറിയാം കള്ളന്മാരും അല്ലെങ്കിൽ കൊള്ളക്കാരും മറ്റാളുകളൊക്കെ ഉണ്ട് നമ്മളുടെ ഭൂമിയിൽ. ഇപ്പോഴും ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു പരിധി വരെ അവരുടെ എണ്ണം കുറയുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കുറയുന്നത്, കള്ളന്മാരുടെ എണ്ണം കുറയുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ഈ പറയുന്ന നിയമവ്യവസ്ഥയിൽ പേടിണ്ടായതുകൊണ്ടാ. പോലീസുകാരെ കൈ കിട്ടിയ നല്ല തല്ല് കിട്ടും, ജയിലിലടയ്ക്കും, സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, തൂക്കിക്കൊല്ലും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ മാതിരി മരിക്കൂലല്ലോ. ഇപ്പൊ ജയിലിലിട്ടു, എത്ര കൊല്ലം? 10 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. കാരണം എന്താ? മരിക്കൂലല്ലോ. അപ്പോ എത്ര ഇതുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നാട്ടിലുള്ള വസ്തുക്കളൊക്കെ ആൾക്കാർ മൊത്തം എന്താണ്? കട്ട് തിന്നാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കാരണം അവർക്ക് ഒരു പേടിയും ഇല്ല. കാരണം പേടിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടണം. ഈ പറഞ്ഞ മാതിരി മരണമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ പേടി. മരിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പേടിയും ഇല്ല. എന്തിന്? രാജധാനിക്കകം പൂക്കു രാജഭണ്ഡാരവും കട്ട്, വ്യാജമെന്നെ പകൽ കൂടി തസ്കരന്മാർ നടക്കുന്നു. അതായത് കള്ളന്മാർക്ക് രാത്രിയാണ് ഇഷ്ടം. കാരണം എന്താ? ബാക്കി എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് ആ തക്കം നോക്കിയിട്ട് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ഓരോ സ്ഥലത്ത് കയറുന്നു. വിലപ്പെട്ട ആളുകൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സാധനങ്ങൾ ഇവരെന്ത് ചെയ്യുന്നു? അവരുടെ വിശ്രമ സമയത്ത് മോഷ്ടിക്കുന്നു. പക്ഷേ ഇപ്പൊ അതല്ല അവസ്ഥ. നമുക്ക് ഏറ്റവും പോകാൻ പേടിയുള്ള സ്ഥലമാണ് രാജധാനി, അതായത് കൊട്ടാരം, രാജാക്കന്മാരുടെ കൊട്ടാരം. കാരണം അവിടെ പോയി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. പക്ഷെ ഇവിടുത്തെ അവസ്ഥയോ?
രാജധാനിയുടെ ഉള്ളിൽ തന്നെ പോയിട്ട് രാജഭണ്ഡാരം കക്കാൻ പോലും അവർക്ക് പേടിയില്ല. അതും എപ്പോ? പകൽ കൂടി. രാത്രി ഒന്നും ആവണ്ട. രാത്രി ഇപ്പൊ പകൽ ഇറങ്ങാത്തതിന്റെ പ്രശ്നം എന്താ? ആരെങ്കിലും കണ്ടാലല്ലേ. ആരും കണ്ടാലും ഒരു കുഴപ്പമില്ല, ഒരു പേടിയില്ല. അപ്പൊ ആ ഒരു പേടിയില്ലാത്ത പക്ഷം പകൽ സമയത്ത് കൂടി തസ്കരന്മാർ, കള്ളന്മാർ എന്ത് ചെയ്യാണ്? നടന്ന് രാജഭണ്ഡാരം പോലും രാജധാനിക്കകത്ത് കയറിയിട്ട് മോഷ്ടിക്കാനുള്ള ധൈര്യം അവർക്ക് കാലനില്ലാത്തത് കൊണ്ട് സാധിക്കുന്നു. രാജശിക്ഷ കുറഞ്ഞപ്പോൾ അമ്പലത്തിൽ പൂജ മുട്ടി. പൂജ കൊണ്ട് പുറം മാറി തിരിച്ച് എമ്പിരാന്മാരും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദൈവവിശ്വാസം, ജീവനപ്പേടി, തെറ്റുകുറ്റം മനസ്സിലാക്കൽ, ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഒരുപാട് കള്ളന്മാര്, ഒരുപാട് ആളുകള് പല തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടും അവരെ ശിക്ഷിക്കാനും ഇതാക്കാനുള്ള നടപടിയൊന്നും ഇല്ലാത്തൊരു കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ആർക്കും ശിക്ഷിക്കാൻ പറ്റില്ല, അവർക്ക് മരണമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആർക്കും ഒരു എന്തുണ്ടാവില്ല? ദൈവത്തിന് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോ രാജശിക്ഷ കുറഞ്ഞപ്പോ രാജാവിനോടും ഒരു ബഹുമാനമില്ല, അതേപോലെ തന്നെ ദൈവത്തിനോടുള്ള ഒരു വിശ്വാസവും കുറഞ്ഞുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അമ്പലത്തിൽ പൂജ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. പൂജ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറം മാറി തിരിച്ച് എമ്പിരാന്മാര് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ശാന്തിക്കാരാണ്. ഈ അമ്പലത്തിലൊക്കെ പൂജ ചെയ്യൂലേ, അവര് പോലും എന്ത് ചെയ്തു? പുറം തിരിഞ്ഞ അവസ്ഥ. മന്ത്രികൾക്ക് തമ്പുരാനെ പേടിയില്ല, തൃണത്തോളം മന്ത്രികളെ പ്രജകൾക്കും ശങ്കയില്ല മനക്കാമ്പിൽ. നമ്മൾ സത്യം പറയണമെങ്കിൽ രാജാവിനെ നമ്മൾ പേടിക്കും അല്ലേ? കാരണം രാജാവാണ് ഏറ്റവും വലിയ ആള്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വേറൊന്നുമില്ല. രാജാവിന് തൊട്ട് താഴെയാണ് മന്ത്രിമാര്. മന്ത്രിമാർക്ക് ആരെ പേടിയുണ്ടാവും? രാജാവിന് പേടിയുണ്ടാവും. രാജാവിന് മന്ത്രിനെ പേടിയുണ്ടോ? ഇല്ല. മന്ത്രിക്കാണ് രാജാവിന് പേടി. പക്ഷെ മന്ത്രി ആർക്ക് പേടിയുണ്ടാവും? പ്രജകൾക്ക് പേടിയുണ്ടാവും. കാരണം മന്ത്രി പറഞ്ഞ തമ്പുരാൻ കേൾക്കും. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്താ? മന്ത്രിക്ക് തമ്പുരാനെ പേടിയില്ല. ഒരു തൃണത്തോളം, തൃണം എന്ന് പറഞ്ഞ പുല്ല്, അതായത് ഒരു ചെറിയ പുല്ലിന്റെ അംശം പോലും, എനിക്കൊരു പുല്ലിന്റെ പോലെ ഒരു പുല്ലില്ല, ഒരു ചുക്കില്ല എന്നൊക്കെ പറയില്ല, അത്രത്തോളം ഒരു പേടി പോലും എനിക്ക് ആരോടില്ല? നമ്മുടെ രാജാവിനോടില്ല. എന്നാലോ മന്ത്രികളെ പ്രജകൾക്കും പേടിയില്ല. മന്ത്രിയോ? ഏത് മന്ത്രി അല്ലേ? പേടിയില്ല. രാജാവിനും പേടിയില്ലാത്ത മന്ത്രിക്ക് പേടിയില്ലാത്ത പ്രജകള്. സിമ്പിൾ. കാരണം എന്താ? ഒരു ശങ്കയുമില്ല മനക്കാമ്പിൽ. അവർക്ക് ഒരു സംശയം, ഒരു ശങ്ക, ഒരു മനസ്സിൽ, മനക്കാമ്പ് പറഞ്ഞ മനസ്സിനുള്ളിൽ അവർക്ക് അവരുടെ മനോഭാവത്തിൽ ഒരു പേടി പോലും ഇല്ല. അന്തമില്ല ദുരാചാരം മുഴുത്ത് ഭൂമിയിലെല്ലാം, അന്തകന്റെ യാഗം ഇപ്പോൾ അനർത്ഥത്തിനൊക്കെ മൂലം. അതായത് ഒരാളുകൾക്കും ഒരു അന്തമില്ലാത്ത, ഈ പറയുന്ന പോലെ തന്നെ എന്താണ്, ദുരാചാരം ചെയ്ത് ഭൂമിയിലുള്ള ആളുകൾ മുഴുവൻ നടക്കുകയാണ്. കാരണം അന്തകന്റെ യാഗമാണ് ഇതിനൊക്കെ കാരണം എന്ന്. അതായത് ഈ അന്തമില്ലാതെ അല്ലെങ്കിൽ അറ്റമില്ലാതെ ഒരു എന്താ പറയാ, യോജിക്കില്ലാത്ത രൂപത്തിൽ ആളുകൾ ദുരാചാരം ചെയ്യുന്നതിന്റെ ഒക്കെ കാരണം എന്താണ്? അന്തകൻ എന്ന് പറഞ്ഞാൽ നമ്മള് കാലൻ തന്നെ, കാലന്റെ മറ്റൊരു പേരാണ് അന്തകൻ. അപ്പോ കാലന്റെ യാഗമാണ് ഇതിനൊക്കെ മൂലം. മൂലം മീൻസ് കാരണം. ആ കാലൻ യാഗത്തിന് ഇരുന്നതാണല്ലോ ഈ അനർത്ഥങ്ങൾക്കൊക്കെ, അല്ലെ? ഈ അനർത്ഥം, ഈ പറയുന്ന മോശമായിട്ടുള്ള അവസ്ഥയ്ക്കൊക്കെ കാരണം. അന്തണർക്ക് യാഗമില്ല, കർമ്മമില്ല, ധർമ്മമില്ല, ശാന്തി ചെയ്യുവാൻ ക്ഷേത്രമില്ല, ശാന്തിക്കാരായിട്ടാരുമില്ല. അതായത് അന്തകന്റെ ഈ പ്രശ്നം കാരണം അന്തണർക്ക് പോലും എന്തില്ല? യാഗമില്ല. അന്തണർ എന്ന് പറഞ്ഞാല് എന്താ അതിന് പറയാ? അന്തണർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർക്ക് ഒരു യാഗവും ഇല്ല, ഒരു കർമ്മവും ഇല്ല, ഒരു ധർമ്മവും ഇല്ല. അവർക്കൊരു വേറെന്തില്ല? പൂജ ചെയ്യേണ്ട ആവശ്യമില്ല, ആരും വിളിക്കില്ല. ആരപ്പോ പൂജയ്ക്ക് വിളിക്കുന്നത്? അവരവന് ഓരോ ദിവസത്തെ ഭക്ഷണത്തിന് വകയില്ല, എന്നിട്ടല്ലേ പൂജ. അതുകൊണ്ട് കർമ്മമില്ല, ധർമ്മമില്ല, ഒന്നുമില്ല. എന്തിന്? ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ ചെയ്യാൻ പോലും ശാന്തിക്കാരായിട്ട് ഒരൊറ്റ ആള് പോലും ഇല്ല. എന്തു പിന്നെ നിനയ്ക്കുന്നു ഹുംകൃതിക്കാർക്കൊത്തവണ്ണം, ജന്തുധർമ്മത്തിനും പിന്നെ വ്യവസ്ഥയില്ലാതായി വന്നു. പിന്നെ എന്താണ് നിനയ്ക്കുന്നത്? എന്താണ് വിചാരിക്കുന്നത്? ഹുംകൃതിക്കാർക്ക്,
എന്താ ഈ ഹുംകൃതിക്കാർ? അഹങ്കാരികളായിട്ടുള്ള ആളുകൾ, ഹുംകൃതിക്കാർ. ജന്തുധർമ്മത്തിനും പിന്നെ വ്യവസ്ഥയില്ലാതെയായി. വ്യവസ്ഥ മീൻസ് വ്യവസ്ഥ എന്നർത്ഥം. അതായത് ഈ അഹങ്കാരികളായിട്ടുള്ള ആൾക്കാര് അല്ലേ, അതായത് അഹങ്കാരികളുടെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് ചെയ്തു? വർദ്ധിച്ചു. അതേപോലെ തന്നെ ജന്തുധർമ്മത്തിനും, അതായത് ജന്തുധർമ്മം അതിനു പോലും വ്യവസ്ഥയില്ലാതെയായി പോയി. അപ്പോ ആളുകളുടെ അവസ്ഥയിൽ വന്ന മാറ്റമാണ് ഇവിടെ കാണിക്കുന്നത്. ഉത്തമ സ്ത്രീകളുടെ പാതിവൃത്യമെല്ലാം അസ്തമിച്ചിട്ട് ഒത്തവണ്ണം പുരുഷന്മാർ സഞ്ചരിപ്പാൻ ഒരുമ്പെട്ടു. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്തും ജീവന പേടിയോണ്ടാണല്ലോ ഓരോ പുരുഷന്മാരും ഭാര്യ ഭർത്താക്കന്മാര് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോ ഉത്തമ സ്ത്രീകളുടെ, ഇത് നല്ല ഉത്തമരായിട്ടുള്ള സ്ത്രീകളുടെ പാതിവൃത്യമെല്ലാം ഇല്ലാതായി പോയി എന്ന്. കാരണം മരണമില്ല, അപ്പൊ അതുകൊണ്ട് പാതിവൃത്യമൊക്കെ അവർക്ക് വേണ്ട എന്ന അവസ്ഥയിലായി. അസ്തമിച്ചു മീൻസ് ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ ഒത്തവണ്ണം പുരുഷന്മാർ സഞ്ചരിക്കാൻ ഒരുമ്പെട്ടു. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യാണ്? നടക്കാനായിട്ട് പോവാണ്. അതായത് അവർക്കൊരു ഭയവും ഇല്ല. കാരണം ഭാര്യമാരെ പേടിയില്ല. ഭാര്യമാരെ നമ്മൾ പറയില്ലേ, ഭാര്യമാരോട് ഒരു തരത്തിലുള്ള പേടിയും ബഹുമാനവും ഒക്കെ ഉള്ള ആളുകളാണ് എല്ലാവരും. കറണ്ട് ഇല്ലാത്തോണ്ടേ വ്യർത്ഥ കുളിച്ചു. പോട്ടെ. അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്, കാലനില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും മറ്റുമൊക്കെയുള്ള ആ ഒരു മാറ്റങ്ങളാണ്. സോ തൽക്കാലം നമുക്ക് ഇന്ന് ഇത്ര ഭാഗം ചർച്ച ചെയ്താൽ മതി. മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള തുള്ളൽ ഉപജ്ഞാതാവായ കലക്കത്ത് ഭവനത്തിൽ ജനിച്ച കുഞ്ചൻ നമ്പ്യാരുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ചിന്ത, ഒരു ഭാവനയാണ് കാലനില്ലാതെയായാൽ ഭൂമിയിലുള്ള അവസ്ഥ. അപ്പൊ കാലനില്ലാത്ത കാലം എന്ന പേരിൽ തന്നെ നമുക്കത് പഠിക്കാനുണ്ട്. ആദ്യ ഭാഗത്തിൽ നമ്മൾ തുള്ളലിനെ കുറിച്ചും തുള്ളലിന്റെ ഐതിഹ്യത്തെ കുറിച്ചും 3 തരം തുള്ളലുകളും പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ ആദ്യ ഭാഗത്തിലുള്ള വരികളും പരിചയപ്പെട്ടു. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി ഒന്നും കൂടെ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കുക. അടുത്തൊരു ക്ലാസ് കൂടി നമുക്ക് ഇതിനാവശ്യമാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വ്യക്തിഗതമായിട്ട് ചോദിക്കാനും മറ്റും ശ്രദ്ധിക്കുക. സോ തൽക്കാലം നമുക്ക് ഇന്നിവിടെ നിർത്താം. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ചർച്ചയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോട് നിർത്തട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം.